ഇന്ന് നമ്മൾ സുട്ടൻ്റെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്നുള്ള കാണുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം അവൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ എന്താ കൊടുത്തതെന്ന് കാണിക്കാവേ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയ സമയത്ത് കുറച്ച് പച്ചക്കറി വാങ്ങിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഒരു കോളിഫ്ലവറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിന്ന് ഫ്രൈ ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുറച്ച് വെള്ളം മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞപ്പം ഈ പീസാക്കി വെച്ചിരുന്നത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മൈദാപ്പൊടി, കുറച്ച് അരിപ്പൊടി, ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ കോളിഫ്ലവറും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കുവാണെങ്കിൽ അത്രയും നല്ലത്. വേണമെങ്കിൽ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നമ്മുടെ സോസും കൂടെ ഒഴിക്കാം, ടൊമാറ്റോ സോസും കൂടി. അപ്പം ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് നന്നായി ഒരു അരമണിക്കൂർ ഒന്ന് ഇളക്കി ഒന്ന് വെച്ചിട്ട് നമുക്കത് എണ്ണയ്ക്കകത്ത് ചൂടോടുകൂടി വറുത്ത് കോരാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇച്ചിരി ചതച്ച വെളുത്തുള്ളിയും കരിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് വറുത്ത് കോരുവാണെങ്കിൽ ഇത്തിരിയും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഇതും അതിൻ്റെ കൂട്ടത്തിൽ നല്ല ചൂടോടുകൂടി ചായയും കൂടെ ഒക്കെ എടുത്തിട്ട് നമുക്കിന്ന് അവന് കൊടുക്കാം. അപ്പോൾ എന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തു അതും ഇതുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട, ഉണ്ടാവാറില്ല. കാരണം അങ്ങനെ ഒത്തിരി എണ്ണമയം കൊടുക്കാനായിട്ട് അവന് പറ്റത്തില്ല, അവന് വയറിനൊന്നും പിടിക്കത്തില്ല. ഒന്നില്ലെങ്കിൽ മിക്കവാറും ഞാൻ രാവിലെ എന്താണോ ഉണ്ടാക്കുന്നത് അതായിരിക്കും വൈകുന്നേരം അവന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ദോശയോ ഇഡലിയോ പാലപ്പം അങ്ങനെ എന്താണോ രാവിലെ കൊടുത്തിരിക്കുന്നത് അത് തന്നെ അവന് വന്ന ഉടനെ ഞാൻ കഴിക്കാൻ കൊടുക്കുന്നത്. സാധാരണ അങ്ങനെയാണ്. പിന്നെ അതിനൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം, ഏതായാലും വാങ്ങിച്ചത് ഇരിപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.